Hello guys, welcome back to Drago Gaming. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ മച്ചന്മാരെ നമ്മൾ തന്നെ ബേബി യെല്ലോ കളിക്കാനാണ്. ബേബി യെല്ലോ പാർട്ട് 3 ആണ്. ഒന്നും അറിയില്ല, അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. നെറ്റ്വർക്ക് കണക്ഷനൊന്നും വേണ്ട മച്ചന്മാരെ, ഒരു ടൈപ്പാണ്, പല പരസ്യം വന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ ഫുള്ള് മറ്റേ സംഭവം ഇടാൻ പറ്റില്ല. എന്താ ഇതിൻ്റെ തുടരുന്ന ഭാഗം ആ പൂച്ചേനെ ഫോളോ ചെയ്യാനാണ് പറയണേ. എന്തായാലും നമുക്കിത് ഓണാക്കി വെക്കാം. June 2 ലോകം എന്തൊക്കെയാണ് ഇത്? അത് വെറുതെ ആണല്ലോ തുറക്കുന്നത്. ബുക്ക് എടുക്കാൻ പറ്റില്ലയോ? എന്തോ പസിലുണ്ട് ഇവിടെ. അവിടെ ഒരു ബുക്ക് ഉണ്ട്. ഓ അവിടെ കിടക്ക് ബുക്കേ. പൂച്ചാണ്ടി ഇങ്ങോട്ട് വാ, പൂച്ചാണ്ടി ഇങ്ങോട്ട് വാ. ബുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നു. ഏതാ? ഏയ് അവിടെ അല്ലടേ, അവിടെയാണോ? ഏയ് 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 എനിക്കിത് കാണുമ്പോഴും ഇങ്ങോട്ട് പാടേ. ഏയ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വെക്കണ്ട. ഇതിനി ഇവിടെ തന്നെ ആണോ? എനിക്കാണ് ഈ ബുക്ക് എടുത്തിട്ട് ഇവിടെ. ഓക്കെ മനസ്സിലായി. എടുത്ത് അവിടെ വെച്ച് ഇതുവടെയും വെച്ച്. ഓ സൗണ്ട് വന്ന് എനിക്കാണ് ആ ബുക്ക് കൂടി എടുക്കണം എന്നാ. എന്തൊക്കെ വേറെ സൗണ്ട് ഉണ്ടല്ലോ. ഏയ് അതൊന്നല്ല. ഇതെടുത്ത് ഏയ് നിലത്ത് പോയി. ഏയ് എടാ ഗെയിമിൽ കുറേ ബഗ് ഉണ്ട്. ഗെയിം ശരിയാക്കും മച്ചാമാരെ. പൂച്ചങ്ങൾ ഓടിയുണ്ട്. ഇതൊക്കെ അറിയായിരുന്നു. പൂച്ച അങ്ങടെ തന്നെ ഓടും. കള്ളപ്പൂച്ച നിങ്ങടാ പോണ്ടേ? അവിടേക്ക് തന്നെ കോൾ എടുക്കാൻ പറ്റും. ഇതെന്താ വാൾവ് തിരിക്കുക? ഓ അവിടെ നിന്ന് പുക പോയി വാൾവ് തിരിച്ചപ്പോൾ. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും. ഇട്ട് കത്തിച്ച് പൊട്ടിത്തെറിപ്പിക്കത്. അവിടെ വാൾവ് ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഫുള്ളാക്കണം. ഓക്കെ ഇനി ഇതിരിക്കാം. വോ എന്തൊക്കെയുണ്ട് ഗെയിം ഉണ്ടാക്കിയ ചില സംഭവം അടിപൊളിയുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ പോയി തപ്പണം. പൂച്ചേനെ കാണാനുമില്ല. പൂച്ചേനെ ഫോളോ ചെയ്യാനാ അയ്യോ പൂച്ചേനെ ഫോളോ കള്ളപ്പൂച്ച പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓഹ് പൂച്ചേനെ എന്താ ഭൂമിയിലേക്കൊക്കെ വരണേ? അയ്യോ കത്തി ഇല്ല, ഞാനങ്ങനെ ചാവില്ല. അത്രയുള്ളൂ. പൂച്ച ഇപ്പൊ വീണ്ടും കാണുന്ന സ്ഥലം നമുക്ക്. എടാ എന്താണ്ടാ ആയിരിക്കണ പൂച്ച? എന്താ? ഓ റോബോട്ടിനല്ലേ? റിക്വയർസ് ബാറ്ററി. ഇതല്ലേ ബാറ്ററി? അത് പൊട്ടിയിരിക്കാത്രേ. ഞാൻ ഈ ഗെയിം നിർത്തി. പൊട്ടിയിരിക്കാത്രേ. ഇനി ഇതൊക്കെ അയ്യോ ഞാൻ അടച്ച് കുഴപ്പമില്ല, അടയ്ക്കണ്ടേന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട്. ഓ ബാറ്ററിയുടെ സെക്ഷൻ. അവിടെ അപ്പുറത്ത് ഓയിലാ. ഓക്കെ ഓയിൽ. പിന്നെ 2 ആഴ്ചയായിട്ടൊന്നും വേറെ ഗെയിമൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ വേറെ ഗെയിം ഇടണമെന്ന് ആലോചിക്കുകയാണ്. എന്താ വേറെ വെറൈറ്റി. ആൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കുറേ പേര് പറഞ്ഞേ. അപ്പോൾ ഈ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ വേറെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഗെയിം? അല്ല ഇതും കളിക്കും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഗെയിമും കളിക്കണം. ഞാനിത് പാർട്ടായിട്ട് ഇടുന്ന. പിന്നെ ഗ്രാനീരെ പാർട്ട് ഇടാമെന്ന് വെച്ച് നോക്കും. ഇടാൻ പറ്റും. ഗ്രാനീരെ പാർട്ട് ഇടാമെന്ന് വെച്ച് നോക്കുമ്പോൾ എന്താ ഗ്രാനിയിൽ പാർട്ട് 2 ഇതല്ല,
തന്നെ നമുക്ക് പാർട്ടായിട്ട് ഇടാൻ പറ്റും. എന്നാലും കുറെ കളിക്കണം. ഗ്രാനി എളുപ്പമൊന്നുമല്ല അത്ര. ഈ ഗെയിം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഗ്രാനി പോലെ കുറെ ത്രില്ലിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, ചാർജ് ആയിട്ടുണ്ട്. എന്ത് ഇത് മറ്റേ ഗെയിം ഉണ്ടല്ലോ, ഗെയിമിൻ്റെ പേര് ഞാൻ പറഞ്ഞു. വേറെ ഗെയിമുണ്ട്, അതോ സീന്. അത് ഇതേപോലെയൊക്കെ തന്നെ. തെറ്റാച്ച നമുക്ക് ആദ്യം മുതലാന്ന് തോന്നുന്നു. സെറ്റായി, ചാർജായി. നമ്മളിപ്പോൾ റോബോട്ടിനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ന്യൂട്ടൻ എന്നാണ് അവൻ്റെ പേര്. ആൽബർട്ട് അല്ല, ശരി. എന്ത് ന്യൂട്ടനാ? ഐസക് ന്യൂട്ടൻ. ന്യൂട്ടനെ ഇങ്ക്, മറ്റേ ഇങ്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ക് വേണം. ഇത് ഓയിലാണ്. അവന് ഇങ്കാ വേണ്ടേ. ഇങ്ക് ഓയിലൊന്നും മനസ്സിലാവണല്ലേ. അല്ലല്ലേ? അല്ലല്ലോ, അടിയിലാന്ന് തോന്നുന്നു. അടിയിൽ തന്നെയാന്ന് തോന്നുന്നു. അതന്നെ സെക്ഷൻ, ഇങ്കിൻ്റെ സെക്ഷൻ. നമ്മൾ റിപ്പയർ ചെയ്തിട്ട് എടാ ആ ചെക്കൻ്റെ സൗണ്ടൊക്കെ കേൾക്കണ പോലെ. ലവിൻ്റെ ചിന്നിട്ട് നമ്മളായിട്ട് നല്ല ഫ്രണ്ടായി വെച്ചാൻ. ഐസക് ന്യൂട്ടനായിട്ടാണ് നമ്മളിപ്പോൾ ഫ്രണ്ടായുള്ള. ന്യൂട്ടനെ പറത്തി വിട്ടറാ. ന്യൂട്ടനെ പറക്കാനുള്ള സാധനം കണ്ടെത്താൻ. ബേബിനെ പറ്റില്ല. ബേബീനെ വെക്കാൻ പറ്റില്ല. ചുറ്റി കാണാൻ എനിക്ക് വേണ്ടാത്ര. എന്തോ ഭയങ്കര ഗൂഢമായ എന്തൊരു മെഷീനാണത്. അതൊക്കെ നന്നായി മനസ്സിലായി. വലിയ മെഷീനാണ്, നല്ല വലിയ പരിപാടിയാണ്. അതന്നെ വേണ്ട, എന്തോ ചെയ്യണത് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ ബൂസ്റ്റർ കിട്ടി. അപ്പൊ ഗൈസ് ബൂസ്റ്റർ കിട്ടി. ബൂസ്റ്റർ ഇനി ന്യൂട്ടനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് തോന്നുന്നു. പറ്റണിക്ക് തന്നെ എന്തേലും വേറെ എന്തെങ്കിലും കണ്ടെത്തണമെന്നാ. അവിടെ 5 എഴുതി കാണിക്കുന്നുണ്ട്. ഇത് അവിടെ ഒരു ഡോർ. അതെന്താ സാധനം? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാന്ന് തോന്നുന്നു. ഡോർ സ്റ്റോപ്പർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോറിൻ്റെ അടിയിലേക്ക് ആളാണ്. ഡോറിൻ്റെ അടിയിൽ വെച്ച് ന്യൂട്ടനെ പിക്കപ്പ് ചെയ്ത് ഇനി അവിടെ കൊണ്ടുവരണം. ഓടി ന്യൂട്ടനെ പിക്കപ്പ് ചെയ്തു. ഇനി ഇവന് അതന്നെ പരിപാടി. സംഭവം മനസ്സിലായി. അതന്നെ പറഞ്ഞ കളിക്കണേ. ഒറ്റയ്ക്കാക്കി പോവേടാ. ഭൂമിയിലേക്കും വരുന്നുണ്ട്. ചെക്കൻ്റെ ചിരിയും കേൾക്കണ്ട ഇടയ്ക്ക്. അതാ ന്യൂട്ടൻ. ഹെൽപ്പ് അവനെ സഹായിക്കാൻ, ന്യൂട്ടനെ സഹായിക്കാൻ. ഫ്രഞ്ച് വേണം. ഫ്രഞ്ച് ഇത് ചുറ്റിക്കല്ലേ ഫ്രഞ്ച്. ഇതിൽ ഇനി ഓയിൽ വേണ്ടിവരും തോന്നുന്നു. കാരണം ലിഫ്റ്റ് ഭയങ്കര തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് അതല്ലേ നമ്മുടെ ഓയിൽ ഇങ്ങോട്ട് പാടി. ഓയിൽ അതന്നെ ഒക്കെ അറിയായിരുന്നു. അവനെ കുടിക്കാനല്ലേ. അയമ്പൊക്കെ വിട്ടുണ്ട്. ഇനി എന്താ? ചുറ്റിക. ഇവൻ ഇത് പണിയുന്നുണ്ട്. ഇവ പണിഞ്ഞിട്ട് നമുക്ക് പണി തരും തോന്നുന്നു. എനിക്ക് തോന്നുന്നു പണി തരുന്നോ. പക്ഷെ നമ്മളല്ലേ അവനെ റിപ്പയർ ചെയ്ത് അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ അങ്ങോട്ട് നല്ല ഗെയിമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഐ ആം കാറ്റാ അങ്ങനൊരു ഗെയിമാണ്.
ഒരു പൂച്ചയുടെ ഗെയിമാണ്. എനിക്ക് പിന്നെ അങ്ങനത്തെ ഗെയിമൊന്നും വലിയ ഇഷ്ടമൊക്കെയാണ്, എന്നാലും വലിയ ഇതില്ല. എനിക്ക് ഹൊറർ ഗെയിംസ് കളിച്ച് പേടിക്കാനാണ് ഇഷ്ടം. അല്ലേ നെറ്റ്വർക്കൊന്നും വേണ്ട, ഇത് വെറുതെയാണ്. ഇവർ ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം നെറ്റ്വർക്ക് കണക്ഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊന്നും അത് വിഷയമാക്കില്ല, അത്രേ ഉള്ളൂ. എന്താണ്ടാ എന്തത് അങ്ങോട്ട് പോകുമ്പോൾ മുഖം മാറുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂട്ടൻ വിളിക്കുന്നുണ്ട്. ഇതാണ് ന്യൂട്ടൻ പാവാന്നാ. അവനവിടെ ആക്കി ന്യൂട്ടൻ എല്ലായിടത്തും ഫിറ്റാക്കി വെക്കാൻ പറ്റും. എനിക്ക് തോന്നണേ അതേക്ക് ന്യൂട്ടനടുത്ത് ഇടണം. എന്തായാലും നമ്മുടെ ബേബി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ബേബീനെ അലോ ചെയ്യാത്ത സ്ഥലത്തേക്കാണ് നമ്മുടെ ബേബി വന്നിട്ടുണ്ട്. ഞാൻ ലുട്ടാപ്പിച്ചൊക്കെ അവിടെ എന്തോ വലിയ പൂവുണ്ട്. എന്തോ റിക്വയേഴ്സ് എന്തോ ഗ്രീഡിയൻ്റാ റെജിമെൻറ്റാ. അപ്പോൾ ഈ ഫ്ലവറാണോ റെജിമെൻറ്റ്? ഓക്കെ. അയ്യോ എന്താ പേടിപ്പിക്കണ ഈ ന്യൂട്ടനെ വിളിക്കാൻ വന്ന്. ന്യൂട്ടൻ വന്ന് വെള്ളം ഒഴിച്ചെടുത്ത്. ഓ ന്യൂട്ടൻ, ഓ അതാണ് സംഭവം. റെജിമെൻറ്റ് എടുക്കണം അല്ലേ? അതത്രേ ഉള്ളൂ. എടുത്ത് വെച്ച് അവിടെ നീല പടർന്നു. ഇനി എന്താ ചോപ്പ്? ഓ മനസ്സിലായി, അതേപോലെ നീലയും ചെയ്യണം. എന്നിട്ട് ഇത് പിടിച്ച് വലിക്കണമായിരിക്കും. എനിക്ക് തോന്നുന്നത് രണ്ട് മിക്സാക്കാണ്. നീലടിക്കാം. അതാ പോണു. അതവിടേക്കാ പോണാണാവോ? ഓ ഇവിടേക്കല്ല വരിക. ഇത് നിറയ്ക്കാൻ പറ്റുമോ? നിറയ്ക്കാൻ പറ്റും. കുഴപ്പമായി എനിക്കറിയാം. അപ്പം എന്തെങ്കിലും ഉണ്ടാവും. വന്ന് അയ്യോ ചത്താ. ഇല്ല എനിക്ക് ഓക്കെ. ലുട്ടാപ്പിച്ചർക്ക് അവിടെ ഉണ്ട്. ഓ അവന് കൊടുത്ത് അവൻ പറക്കണ്. എന്താ? ഓ അവന് കാന്തശക്തി കിട്ടി. വെറുതെ അല്ല മാഗ്നറ്റിന്റെ ചിഹ്നം കാട്ടിയേ. ഒരു കീ കിട്ടിയളാ. ഓ കിച്ചൻ തുറന്നു. എന്തേലും എടുക്കാൻ പറ്റിയ സാധനം ഇതെടുക്കാമല്ലോ. എനിക്ക് തന്നെ മറ്റേ സ്ഥലത്ത് വെക്കണം. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു സാധനം തുറന്നില്ലേ, അതേപോലത്തെ സംഭവം തന്നെ. ഇതെടുത്തിട്ട് എവിടെ ഇല്ല, അവിടെ ഇല്ല. ഓ അവിടെ ഒരു കീയും ഉണ്ട്. തുറന്നു നോക്കിയതുണ്ടാവാ. കുറെ കാറ്റ് പോണ്ടല്ലോ. മനസ്സിലായില്ല. എനിക്ക് ബേബീനെ എൻ്റെ ഉള്ളിലേക്ക് കടത്തിട്ടുണ്ടെന്നാ. ലുട്ടാപ്പീനെ എടുത്തിട്ട് കറക്റ്റ്. അയ്യോ എടുക്ക്. ഓക്കെ അതെടുത്ത് ഇനി ഇവനെ വായിൽ തിരികണം. തിരികിയിട്ട് ഇവനെടുത്തിട്ട് ഇവിടേക്ക് ഇട്ടിട്ട് അത് ഓണാക്കണം. അതന്നെ പരിപാടി. സംഭവം തന്നെ. ഓ അവിടെ പൂച്ചുണ്ട്. ചാവി അത് കിട്ടി. നമ്മള് സീനന്നെ. എടാ ഞാനതൊക്കെ എടുത്ത് വെച്ച് ഇനി നാളെ കാണിക്ക്. മെച്ചാൻ വിചാരിക്കണ ഇവൻ പാവാണ്ടാ, നല്ലവനാ. മെച്ച എല്ലായിടത്തേക്കും നമ്മളെ കൂടെ തന്നെ ഒക്കെ ഉണ്ട്. ഈ പവർ വേണമെന്നാ. പവർ ഞാൻ എടാ അവനെ കാണാണ്ടേടാ. എടാ ഒറ്റയ്ക്കാക്കി പോയി. എടാ അവൻ പോയടാ. അവനെ കാണാല്ല. അതെങ്ങനെ സാധ്യത? എന്താ ചെയ്യണ്ടേ? അവൻ വന്നാ. ഇതെന്താ ആളെ കളിയാക്കണ? അവിടെ നോക്കണ്ടല്ലോ. ഇതാരത്? ഓ LDF ചിഹ്നം. എനിക്കിതാണ് ഇവിടെ. ഓ ഇത് ഓരോന്ന് കണ്ടെത്തണം എന്ന് തോന്നുന്നു. എനിക്കത് മറ്റേ ചതുരത്തിൽ 2 വെട്ട് അങ്ങനെ ഒരു കോഡാണ്. ഇവനിങ്ങോട്ട് ഇടാൻ പറ്റണടാ. എന്തിനാണാവോ? ഇനിയും കുറെ കറണ്ട് വേണമെന്ന് തോന്നുന്നു.
കറണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് കിട്ടുക ഒന്നും മനസ്സിലാവണില്ല. ഈ മെഴുകുതിരി ഉള്ളിടത്തൊക്കെ ഈ സംഭവം ഉണ്ടാവുന്ന പറയണേ. അപ്പം അതിൻ്റെ അർത്ഥം അവിടെ ഇവിടെ തന്നെ ഉള്ള മെഴുകുതിരി. ഓ ഓ ഓ മനസ്സിലായി, ഇതായിരിക്കണം പവർ. പോടി അല്ല സോറി, എന്നെ ആവശ്യമുണ്ട് ഇങ്ങോട്ടോ ഇവിടെ ഇരിക്കേ. ഓ ആ കോണി ഇളകാണ്. ഓ അവിടെ ഒരു മെഴുകുതിരി ഉണ്ട്. കറക്റ്റ് എടുത്ത് ഞാൻ അവനെ. നമുക്കൊക്കെ നോക്കാം, അതാ നല്ലത്. ഇവിടെ എന്താ? ഇവിടെ ഒന്നുമില്ലല്ലോ. ആ വട്ടത്തി ചതുരം അതാണ് ഇവിടെ ഉള്ളേ. അറിങ്ങ ഇനി അവനെ വീണ്ടും ഉപയോഗിക്കണം അതേപോലെ. എവിടാ ഇവിടെ ഓടാ. അവ എടുത്ത് എറിയണണ്ട ബുക്ക്. അപ്പം ചെറു കുരിപ്പാണ് എറിയണേ. കറക്റ്റ്. അവിടെ അല്ല കുറച്ചും കൂടി. ആ ഇവിടെ എന്താ? ഇവിടെ ത്രികോണത്തിൽ 2 വെട്ടാണ്. ഇനി ഇതൊക്കെ എവിടെ അടിക്കണ്ടേ? ഞാൻ ആ പൂച്ചരിക്കണോടത്താവുന്നു. അപ്പോൾ വേറെന്താണ്? വേറെന്തേലാണോ? പൂച്ചരിക്കണോടത്തേക്ക് നമുക്ക് പോവാം. അവിടെ കുറച്ച് ലോഗുകളൊക്കെ ഉണ്ട്. ഓക്കെ കേറ്. പൂച്ച വീണ്ടും ഓടി. അപ്പോൾ ത്രികോണത്തിൽ 2 വെട്ട്, പിന്നെ ചതുരം ഏതായിരുന്നു? അയ്യോ, ചതുരത്തിൽ 2 വെട്ട് തന്നെയാന്ന് തോന്നുന്നു. പിന്നെ വട്ടത്തി ചതുരം, പിന്നെ LDF. അല്ലേ നമ്മള് മാസം തന്നെയാണ്. ഇതൊക്കെ എന്തൊക്കെയാ പേരുകളാണ്. ഇനി ഇതൊക്കെ ആവശ്യം വരുമെന്നൊന്നും അറിയില്ല. പേരുകൾ പറയണ്ട്. അപ്പൊ നമുക്കിത് ഇറങ്ങാം. അയ്യോ എടാ കള്ള ബേബി, തുടങ്ങിയവൻ്റെ ലുട്ടാപ്പി പരിപാടി. ചെറുതായി ഒന്ന് നെഞ്ചൊന്ന് പിളർന്ന്. ഇതെന്താ? ക്യാമറയാ? ബുക്കൊന്നും എടുക്കാനില്ല. ഓപ്പൺ ടേക്ക് ക്യാമറ ഫിലിം. ഇതെന്താ? ഇപ്പം അത് ക്യാമറ, അവന് ഫോട്ടോ എടുക്കാനാണോ? എന്താ ഓപ്പൺ ചെയ്യാൻ പറയണ? ഓക്കെ. സോറി ഈ സംഭവം ഓപ്പൺ ചെയ്തിട്ടില്ല. ഓക്കെ, അവന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നോ എടാ, അതെങ്ങനെ? ആ പാട്ടിൻ്റെ മെഷീനൊന്നും അവിടെ ഇല്ല. ആ പാട്ടിൻ്റെ മെഷീനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്ന് ഇത് ഫിലിമല്ലേ, അതെടുത്തിട്ട് അതിലിടണം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നണം അങ്ങനെ ആച്ചിങ്ങനെ നമ്മള്. എടാ ഇവിടെ ഇതൊന്നുമില്ല. സംഭവം മനസ്സിലായി എനിക്ക്. ആ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം എനിക്ക് തോന്നുന്നു അവിടെ ബ്രോക്കൺ ലിവറിക്ക് വെക്കണം എന്ന് തോന്നുന്നു. അതായിരിക്കും സംഭവം. ഓക്കെ, ഫോട്ടോ എടുത്ത് ക്യാമറ ഫിലിം എടുത്ത് ചെക്കാൻ കത്തിക്കുന്നു. എന്തായാലും അടയ്ക്കാം. ഓക്കെ. അവിടെ വെള്ളത്തിൽ മുക്കണം. വെള്ളത്തേക്ക് മുക്കിയപ്പോൾ എന്തൊക്കെയോ പവറായുണ്ട്. ഇനി അതെടുത്തിട്ട് എവിടെയൊക്കെയാ? പ്രൊജക്ടറിലൊക്കെ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഇനിയിപ്പോൾ എന്തുണ്ടാവാ? ഓക്കെ, ആ ഫോട്ടോ അവിടെ വന്ന്. ഫോട്ടോ എടാ റെഡി ആയടാ. നമ്മളെ ബുദ്ധി ഇൻസ്റ്റൻ്റ് അത്രേ ഉള്ളൂ. അപ്പം എന്തോ നിലത്തിക്കന്ന്. മറ്റേ പൂവ് അത് ചത്തു എന്നാണ് പറയണേ. അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന് ഫോട്ടോ എടുക്കുക. അത്രേ ഉള്ളൂ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇരുട്ട്. നമ്മൾ നേരത്തെ വാലടച്ചു. ഇപ്പോൾ വാലടയ്ക്കാൻ പറഞ്ഞു. ഇരുട്ടത്ത് ഫിലിം ഇതാക്കാൻ പാടില്ല. ഇതൊന്നും എനിക്കറിയില്ല. സംഭവം ഞാനെന്തോ അറിയാണ്ട് ചെയ്തതാണ്. സംഭവം കറക്റ്റായി. നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് പ്രൊജക്ടർ ഓണാക്കും. അത്രേ ഉള്ളൂ. അതന്നെ. ഒക്കെ സെറ്റായി. അത്രേ ഉള്ളൂ. ബേബിന് ഇടാൻ പറ്റില്ല. ബേബി തെറിച്ചു കൊണ്ടാ.
ലുട്ടാപ്പിനെ ഇടുമ്പോൾ ലുട്ടാപ്പി തെറിച്ചിട്ടുണ്ട്. എടാ അത് രണ്ടും റെഡിയാണോ ഒരുമിച്ചിട്ട്? ന്യൂട്ടനെ വിളിക്കും. ന്യൂട്ടാ ഓടിവാടാ, ന്യൂട്ടാ മോനെ ഓടിവാടാ, വെള്ളം ഒഴിക്കടാ. ഓക്കെ അവൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത സാധനം കിട്ടി. ഓക്കെ നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. ഏത് വഴിയാണ് പോവുക? ഇതേനല്ലേ നമ്മൾ വന്നപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു വിടാം. അല്ല പിന്നെ 100 ലെവലായി ഓടേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇവൻ്റെ മേത്ത് അതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്താ കൂടെ റെസിപ്പി ബുക്ക് ഉണ്ട്. പച്ചയും ചുവപ്പും ചേർന്ന തടി കൂടുത്രവൻ. ഈ അങ്ങനെ തടിയനാവണ്ടാ. തടി കൂടല്ല, വെയിറ്റ് കൂടുന്ന പറയണ്ട. നമുക്ക് നോക്കി നോക്കാം വെയിറ്റ് കൂടില്ലേന്ന്. പച്ചയും ചുവപ്പും ഏതാ കളറ്? പച്ചയും ചുവപ്പും കൂടിയുണ്ടെങ്കിൽ വയലറ്റാന്ന് തോന്നുന്നു കളർ. സൈനാണ് വരിക. സൈൻ നീല കളർ അല്ല, അതന്നെ സൈൻ. അതിൻ്റെ വായിൽ തിരികോ. അവിടെ അവൻ തടിച്ചറ പറഞ്ഞ പോലെ അവനെ കണ്ണു പോലും കാണാൻ പറ്റില്ല. ഇവനെങ്ങനെ അവിടം വരെ കൊണ്ടുപോകും? ഭൂമി വരെ കൊണ്ടുപോകണം. കാലത്തിട്ടപ്പോ അവിടം വരെ എങ്ങനെ കൊണ്ടുപോകാനാ? ഇത് അവിടേക്ക് തന്നെ എത്തുക. അപ്പം എനിക്ക് തോന്നണേ അവിടെ വരെ നടന്നു പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ഉണ്ട്, അവൻ വെയിറ്റ് വേണമെന്ന് പറയണേ. മനസ്സിലായി. ന്യൂട്ടൻ പറഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ. ഇവനിട്ടിട്ട് നമുക്ക് ആ സാധനമായിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതിയില്ലേ? അതും വർക്കിംഗ് തന്നെയല്ലേ? അല്ല ചോദിച്ചാണ്, അറിയില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഏത് ഗെയിമാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് പറയണം, കമൻറ്റിലിടോ. ഓക്കെ വലുതായി. ഇതുകൊണ്ട് അവിടെ തന്നെ ഇടണമെന്നാ. അപ്പം എങ്ങനെയുണ്ട്? എത്ര തടി പിന്നെ കയ്യിൽ പിടിച്ചേക്കാം. അവൻ അങ്ങനെ പോവില്ലേ? കയ്യിൽ പിടിച്ചാൽ പോവും. ഓക്കെ തുറന്നു. പുറം ഭാഗം, ഈ വീടിൻ്റെ പുറം ഭാഗം ഞാൻ എപ്പോഴാണ് കാണണേ. നല്ല രസമുണ്ടല്ലോ. വെടി വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അടുത്ത പൂ കണ്ടെത്താൻ. പൂ കണ്ടെത്തി. ന്യൂട്ട അങ്ങോട്ട് ഓടി വാടാ. അയ്യോ നിലത്തേക്ക് വിടില്ലേ? ന്യൂട്ട ഓടി വാടാ. ന്യൂട്ടൻ വന്നിട്ടുണ്ട്. എടാ അവനെ ഒഴിക്കണവനെ ശല്യം ചെയ്യണ്. ഇനി ഞാൻ പിടിച്ച അപ്പുറത്തേക്ക് എറിയും. ഞാൻ പിടിക്കറിനെ ഔട്ടവനെ അത്രോ. അയ്യോ ഇവിടെ പിടിക്കറവനെ. എടാ എനിക്കും ചെല്ലാൻ പറ്റില്ല അങ്ങോട്ട്. എന്ത് തേങ്ങ. അത് പീരങ്കി എടുക്കുന്നു. പീരങ്കി എനിക്ക് പോയിക്കാൻ പറ്റും. ആടാ ഇത് നിറയ്ക്കണം. ഓക്കെ എവിടേക്ക് വെടിയേക്കണ്ടേ ഒന്നും അറിയില്ല. എവിടേക്കാ വെടിയേക്കണ്ടെന്നൊന്നും മനസ്സിലാണില്ല. റീലോഡേ. വെടിച്ച് എടാ അവന് കിട്ടാൻ തെറിച്ച്. ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണം. പിന്നെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വെടിയേക്കാൻ പറ്റും. എടാ വെക്കാൻ പറ്റും. അപ്പം അതന്നെയാണ് ചെയ്യണ്ടേ. എടാ അവനെ പുറത്ത് വിട്ട്. ഇനി നമുക്ക് ന്യൂട്ടനെ വിളിച്ചാൽ മാത്രം മതിയില്ലേ? കളി കഴിഞ്ഞില്ലേ? മുട്ടൻ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ പുതിയ സാധനം കിട്ടി. ഗെയിം ഇതുവരെ ടെററൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടാ ഗെയിം പോണേ. ഒന്നും അറിയില്ല. ഗെയിം കുറച്ച് കഴിഞ്ഞാൽ ഡാർക്കാവും ഉറപ്പാ. ഞാൻ പറഞ്ഞില്ലേ ഗെയിം ഡാർക്കാവും, അതൊക്കെ അറിയാം. അയ്യോ രക്ഷിക്കണാ. ന്യൂട്ടൻ രക്ഷിച്ചറാ. എടാ പാവണ്ട ന്യൂട്ടൻ നമ്മൾ രക്ഷിച്ച്. ശരിക്കും നമ്മൾ മരിക്കേണ്ടിയിരുന്നു. അവൻ എന്നെ പൊക്കി കൊല്ലാൻ നിൽക്കായിരുന്നു. അപ്പം ന്യൂട്ടൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അത്രയുള്ള ന്യൂട്ടൻ നമ്മളെ ഫ്രണ്ടാട്ടാ. നൻപനെ പോലാരുമില്ല. ന്യൂട്ടൻ രക്ഷിച്ച് നമ്മളെ. എന്തൊക്കെ പറഞ്ഞാൽ കാര്യമില്ല. ഇനിയിപ്പോൾ ഭയങ്കര ടെററായിട്ടുണ്ടാവും. കാരണം എല്ലാ ചാപ്റ്ററിലും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഇനി ഇത് തന്നെ ആയിരിക്കും ഉറപ്പാ. നമ്മൾ കുറേ ട്രൈ ചെയ്യണം ഈ ഗെയിം. അതാണ് മെയിനായിട്ട്. ഓക്കെ ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാട്ടെ ഗെയിമിൻ്റെ. മിന്നലതും ഒക്കെ സെറ്റാണ്. ശരിക്കും ഇത് ആരുടെ ലാബെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല കേട്ടോ.
സംഭവം ഇങ്ങനെയൊക്കെ ആച്ചാലും അവിടെ കുറേ ഫോട്ടോസ് ഇതൊക്കെ കണ്ടതിന് സ്ഥിതിക്ക് ഇത് ആരുടെ ഒരു ലാബാണ്. നമ്മളിവിടെ ഇങ്ങനെ കയറി പറ്റിയത് ഫോട്ടോയുടെ ഉള്ളിൽ കൂടെയാണ്. അത് മാത്രമേ എനിക്ക് മനസ്സിലാവേണ്ടത്. എടുക്കറ എടാ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് തോന്നാ ലുട്ടാപ്പി. അയ്യോ ലുട്ടാപ്പിയേ അവൻ ന്യൂട്ടൻ്റെ മുകളിലിരുന്ന് കളിക്കുന്നു. അവനെ ഫസ്റ്റ് ഒരു പറക്കൽ പറഞ്ഞപ്പോൾ ഇഷ്ടമായി. ന്യൂട്ട അവനെ തെറിപ്പിച്ചിട്ട് അത്ര ഉള്ള ന്യൂട്ട. എടാ പിങ്കിൻ്റെ കൂടെ വേറെന്തോ ചേർക്കണം, എന്നാലാണ് വേറെന്തോ സാധനം ആവുക. അതെന്താണ്? അല്ല എന്തായിരിക്കും? നമുക്ക് എന്തായാലും എല്ലാത്തിലും ചുവപ്പുണ്ട്, അപ്പോൾ ചുവപ്പ് ചേർത്തോക്കാം. എല്ലാത്തിലും ചുവപ്പുണ്ട്, അപ്പോൾ നമുക്ക് ചുവപ്പ് ചേർത്തോക്കാം. എന്താ കിട്ടുക? ഓറഞ്ച് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. എന്താ? ഓക്കെ ഓറഞ്ച്. എന്തത്? തല ഇറങ്ങാളാന്ന് തോന്നുന്നു. അതന്നെ അവൻ്റെ തല ഇറങ്ങി. ആ ചെക്കൻ നമ്മൾ തല ഇറക്കി. അപ്പം എനിക്ക് തോന്നണേ അല്ല പിങ്കും നീല ഇട്ടോക്കാം. അയ്യോ അറിയാണ്ട് പച്ച ഞെക്കി ഞാൻ. ഓ അപ്പം നീലേ. എടാ ഇതെവിടെ നിന്നാ വന്നേ? December 1. അയ്യോ ഞാൻ അറിയേണ്ട സംഭവമാണ് ആ ടേപ്പ്. ഓക്കെ എവിടെ? എടാ കുഞ്ഞിതടാ സൈസ് പറഞ്ഞു വിളിച്ചൊക്കെ. ഓക്കെ ഇതെടുത്ത് ഇതും ഞെക്കി. അപ്പം എന്താണ്ടാവാ? ഇതാണെന്ന് തോന്നുന്നു ശരിക്കുള്ളത്. ഇത് എന്തിനുള്ളതെന്നറിയില്ല, അത് വേറെ കാര്യം. മച്ചാനെ സാധനം കയറി വേണ്ടി മഞ്ഞ കളറാണ്. ഓക്കെ അവിടെ വന്ന് ഇരുന്നുണ്ട്. എടാ തീ എത്തിച്ചവനെ. എടാ അവിടെ ഉള്ളതൊക്കെ കത്തിപ്പോയിക്ക് തോന്നേ. എനിക്ക് തോന്നുന്നത് വെച്ച് നോക്കുക വെച്ചെങ്കിൽ ഇവനെടുത്തിട്ട് ആ പുല്ലുമ്മയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു, എന്നാലേ അത് തുറക്കാൻ പറ്റുള്ളൂ. അതന്നെ അല്ലേ? അടുത്ത നമ്മൾ നോക്കിയപ്പോൾ തുറക്കാൻ പറ്റില്ല. ഇനി നമുക്ക് തുറക്കാം. അവിടെ ഇരുന്നോട്ടെ നമുക്ക് അല്ല. ഓക്കെ വരച്ച് ഇതെന്താ? എടാ വീണ്ടും എടാ ഓട് 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 ഓട്. ഇതാണ് മറ്റേ ആ സംഭവം എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ വായിക്ക്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ചെയ്ത പോലെ നമുക്ക് കാണാനില്ലടാ. ഓക്കെ എവിടേക്കാണ് പോകണ്ടേ? ഇവിടെ തന്നെ. അയ്യോ ആൾക്കാർ പേടിക്കാൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചവൻ്റെ വായിക്ക് ചെറുത്. ഏതാ വഴിയൊന്നും മനസ്സിലാവില്ല. ഇതാണല്ല വഴി. കാണില്ല. കയറി പെട്ടെന്ന് തന്നെ വായിക്കണം വെച്ചെടുത്ത് തലയ്ക്കൊരു സുഖം കിട്ടുമോ? എന്നാ തിന്ന് മിണുങ്ങ് തിന്നറ മിണിങ്. ആ പുതിയ സീക്രട്ട് ഡോർ ഉണ്ടായി. ഇതെന്ത് ചെയ്യണ്ടേ? കറക്റ്റ് ആക്കണം. അത് കറക്റ്റ് ആക്കണം. ലിവറുകളൊക്കെ എവിടെയാണെന്ന് മനസ്സിലാവില്ല. അവിടെ ലിവർ ഞാൻ കണ്ട്. ഇങ്ങനെ കറങ്ങി വന്ന് ഇത് ഓണാക്കണം. അതല്ല ഇതാണപ്പോൾ ഇതാന്ന് തോന്നുന്നു. ഓക്കെ ഇനി അടുത്തത് ഇതാന്ന് തോന്നുന്നു. അപ്പം 2 ഓക്കെ. ഇല്ല മനസ്സിലായി. നമ്മളിത് 3 ഇങ്ങനെ ഇത് തിരിച്ച് അതും തിരിക്കണമായിരിക്കും. അതന്നെ സംഭവം. ഓക്കെ അടങ്ങിയുണ്ട്. ഓക്കെ സെറ്റ്. എടാ ഇപ്പം എന്ത് ചെയ്യണേ? കറങ്ങി. എടാ ഇവ എന്താ എടാ പൊട്ടിച്ചറവൻ. എടാ ഇവനെ ഞാൻ എന്താ ചെയ്യുക? ഇവനെ ഞാൻ എവിടെയും പൂട്ടിയിടും. എന്ത് ചെയ്താലും അവൻ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇപ്പം നമ്മൾ നേരെ ഇതല്ലേ സാധനം പോയി. എടാ ഫുട്ബോൾ കളിക്കണം വെച്ചിട്ട് അതൊക്കെ നിർത്തി. അയ്യോ ചേസ്. അത്ര പെട്ടത് ചേസാ. അയ്യോ എടാ ഓടാൻ പോലെ സമയം തന്നെടാ.
ഓടാൻ പോലെ ഒരു സമയം എനിക്ക് തോന്നുന്നു ഈടായിരിക്കും. ആ വീണ്ടും എന്തിട്ടത് അവൻ വീണ്ടും വീണ്ടും എന്നെ പിടിക്കണം. എനിക്ക് തോന്നുന്നു മോനെ ഡോറൊക്കെ ഡോറിൻ്റെ വഴി പോയി. ആ വെച്ച് ഇനി എന്താ എവിടെ ന്യൂട്ടൻ. ഓ എനിക്ക് ബൂസ്റ്റർ തരാന്ന് എന്നെ ബൂസ്റ്റർ ആയിട്ട് റോക്കറ്റ് പോലെ പറത്തിയെന്ന് രക്ഷിച്ചവൻ. ഓ ന്യൂട്ടൻ നൻപരണ്ടാ, ന്യൂട്ടൻ നല്ലത്. ഓക്കെ നമ്മൾ ഞാൻ ഡീക്കാണെന്ന് തോന്നുന്നു. നമ്മൾ ഡീക്കറങ്ങി ഇപ്പൊ തടച്ചിട്ടേക്കാണ്. ഓക്കെ ഈ വഴി അങ്ങനെ പോവാ. ഓക്കെ നമ്മൾ പുറത്തേക്ക് പോകണേ. പെട്ടെന്ന് പോയി എടുക്കുക. എനിക്കത് എടുക്കാൻ പറ്റില്ല. അത്രേ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടത്. ഓ ഇതല്ല മറ്റേ സംഭവത്തിൻ്റെ അത് ഞാൻ കൂട്ടി യോജിപ്പിക്കണമെന്നുണ്ട് എടുക്കാൻ. ആ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഓക്കെ സെറ്റ് കൂട്ടി യോജിക്കണം. ഓക്കെ ഓടിക്കോ വീണ്ടും ചേച്ചി ഓടാ ന്യൂട്ടൻ്റെ കൊടുക്കാം. ഓക്കെ ന്യൂട്ടൻ്റെ കൊടുത്ത് ന്യൂട്ടൻ കിട്ടും. ചേട്ടാ ഞാൻ ഈ വഴി പോകണം. ആ വഴി പോകാൻ വെച്ചാൽ എന്തായാലും എന്താ പറയുക സംശയം എനിക്കറിയായിരുന്നു. എനിക്കറിയാം ഈ കളി കളിച്ചുകൊണ്ടേ കുറേ കളികളൊക്കെ നമ്മളും പഠിച്ച് അത്രയുള്ളൂ. എടാ ന്യൂട്ടൻ പാവം ഞാൻ വയ്യാണ്ടായി ഓടിയിട്ട് വയ്യാണ്ടായി അവനെ. നമ്മളിനി ഇങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. എടാ അതാ വന്നറ ബേബിങ്ങല്ലേ ന്യൂട്ട പെട്ടെന്ന് വാടാ. വെക്ക് എടാ ന്യൂട്ടൻ നമ്മൾ സംരക്ഷിക്കണ്ട. ഉപ്പാവ് ന്യൂട്ടൻ അങ്ങോട്ട് വാടാ. നമ്മളെന്താന്ന് വെച്ചാൽ ചെയ്യും. താൻ തോന്നുന്നു. അയ്യോ എടാ എന്തിപ്പോ ഉണ്ടായേ. ഓ പിടിക്കല്ല. പിടിച്ചില്ലടാ അവനെ. ഇതാണ് അവനെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടായിരുന്നു. എടാ ന്യൂട്ടൻ ഹാർട്ട് ബ്രേക്കിങ്ങിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട്. എടാ ന്യൂട്ടിസ് ഗോൺ. നമുക്ക് അവനെ റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ. ന്യൂട്ടൻ പോയടാ. ന്യൂട്ടൻ പോയി നോക്കിയിട്ട് തരില്ല. എനിക്ക് പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ. ഞാൻ ഇപ്പം എന്ത് ചെയ്യണ്ടേ. ഇങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ അത് ആ സാധനം എടുത്ത് ഇവിടെ വെക്കണം. ഓക്കെ എന്തോ പവർ വേണ്ടി പൊട്ടിയതെറിക്കൂ. ഓ അത് ഗോൾഡായി. ആ ചെന്നെടുക്ക. അതെടുത്ത് ഇനി അവിടെ കൊണ്ട് വയ്ക്കി. ഓ ഗായ്സ് എൻഡിങ് ആയി തോന്നുന്നു. ഈ ഗെയിമിൽ ഇനി ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആക്ടിൻ്റെ എൻഡിങ് ആയിരുന്നു. ഓക്കെ ഓ ചിഹ്നം വന്നവൻ്റെ. ഓ അവൻ്റെ സിമ്പിളാണ് ഇത്. അവൻ്റെ സിമ്പിളാണ് കണ്ടാകണ്ടത്. ഇപ്പം എന്തോ ഡേഞ്ചർ ഉണ്ടാകാൻ പോകുന്നർത്ഥം. ഡു നോട്ട് ഓപ്പൺ എന്നൊക്കെ ഓപ്പണാക്കി എന്തുണ്ടാവുക അത് പറഞ്ഞു. ആ വന്നു കുട്ടിക്കൊരു എടാ 1 2 4 5 അയ്യോ 5 കുരുപ്പന്മാര്. ഓ ഞാൻ ചത്ത്. എനിക്ക് എത്ര പറയാനുള്ളൂ.
ഓക്കെ ഞാൻ എന്നെ ആ സാധനം വലിച്ചെടുക്കുക, ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കണം. എടാ ഇയാളാണോ? ഇയാളെ നമ്മൾ കണ്ടിട്ടില്ലോ. ഇയാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ഇതിലാണ് കണ്ടില്ലെന്ന് തോന്നാളെ. ആളെന്തോ ടൈം അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളെ രക്ഷിച്ച ആള്. അപ്പോൾ ചാപ്റ്റർ എൻഡായി. ഇനി നമ്മളെ വീഡിയോ കുറേ പേര് കാണുന്നുണ്ട് മച്ചാമാരെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും, ലൈക്കും ചെയ്യും. കാരണം നമ്മളെ വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.